നമ്മുടെ ചോദ്യം പോലീസിന് മെല്ലെ പോക്കാണെന്നുള്ളത്, അടിമുടി മെല്ലെ പോക്കാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ അങ്ങനെ പറയാം, കാരണം ഈ കേസിൽ നിന്ന് സുഖമായിട്ട് ഊരി പോരുകയാണല്ലോ ചെയ്തത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. 2015 ഈ കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു. 10 ഗ്രാം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. അതിനുശേഷം അറസ്റ്റ് നടക്കുമ്പോൾ അത് സ്ത്രീകളും ഉണ്ടായിരുന്നു, മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിശോധിക്കാൻ അവിടെ ഒരു ലേഡി ഗസ്റ്റഡ് ഓഫീസർ വേണം, അതുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അതിലൊരു വീഴ്ച പറ്റി. യഥാർത്ഥത്തിൽ ഈ NDPS ആക്ട് ഗുരുതരമായ വകുപ്പുകളാണ്. ആ ഗുരുതര വകുപ്പുകൾ ചുമത്താവുന്ന ഒരു കേസാണ് കയ്യിൽ നിന്ന് കളഞ്ഞത്. വനിതാ പോലീസുകാരുടെ തന്നെ മൊഴിയിലെ വൈരുദ്ധ്യം അതൊരു പ്രശ്നം. രക്തപരിശോധന നടത്തിയത് വളരെ വൈകിട്ടാണ്, അപ്പോഴേക്കും ആ തെളിവുകളൊക്കെ പോയി. അപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം അപ്പോൾ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ അന്ന് തന്നെ 2015 ഈ കേസ് വന്ന സമയത്ത് തന്നെ അന്ന് കേരളം മുഴുവൻ ഞെട്ടിയതാണ്. കാരണം സിനിമാ താരങ്ങൾ അടങ്ങിയ ഒരു സംഘത്തെയാണ് പിടികൂടുന്നത്. അന്ന് തന്നെ സിനിമാ സെറ്റുകളിൽ കൂടുതൽ താരങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും സിനിമാ സെറ്റുകളിലൊക്കെ പരിശോധന നടത്തുമെന്നും ഈ ഷാഡോ പോലീസ് പോകുമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ സാഹചര്യം ഒന്നുകൂടി വേഴ്സ്റ്റായി എന്നല്ലാതെ ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടില്ല. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞ കണക്ക് പ്രകാരം ശരിയാണ്, ഇന്ന് പോലും ലഹരി മാഫിയക്കെതിരെ വിവരം കൊടുത്ത 2 സഹോദരങ്ങളെ അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്ത നമ്മൾ കാണുന്നുണ്ട്. ഈ തരത്തിൽ ലഹരി മാഫിയ പിടികൂടാൻ അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്നവരെ പിടികൂടാനൊക്കെ വളരെ വേഗത്തിലൂടെ നടപടികളിലൊക്കെ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് വേഗത്തിലുമാണ്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് കടക്കുമ്പോൾ അതിൽ വേറൊരു സ്വഭാവം വരികയാണ്. അവിടെ തൊടേണ്ടതില്ല, അവിടെ തൊടാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ട്. അവർക്കുമുണ്ട് അവരെ തൊടില്ല എന്നുള്ള തോന്നൽ. ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്ക ഇന്നലെ പോലീസിനെ പരിഹസിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് ചാടി സാഹസികമായി ഓടി ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെത്തുമ്പോഴും ഇതിനിടയ്ക്ക് നമ്മൾ ആ വാർത്തകൾ കൊടുക്കുമ്പോഴും അതിനിടയ്ക്ക് ചർച്ച നടത്തുമ്പോഴൊക്കെ എത്ര തവണ അയാൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഈ സമൂഹത്തെ വെല്ലുവിളിച്ചു, ഇവിടുത്തെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ നിയമ സംവിധാനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. എന്നെ തൊടാൻ പറ്റില്ല എന്നുള്ള വെല്ലുവിളി, പരിഹാസം നിറഞ്ഞ പടങ്ങൾ അയാൾ ഇടുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ അയാൾക്ക് ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ തരത്തിൽ ഈ യൂട്യൂബിലൂടെ ചില സിനിമ ഓൺലൈൻ സംവിധാനങ്ങൾ അയാളുടെ ഇൻ്റർവ്യൂ എടുത്ത് അയാൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോഴും അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ മാതിരി സിനിമയിൽ ഡ്രഗ് അഡിക്റ്റായി അഭിനയിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അഭിനയിച്ചാൽ എന്താണ്, കുറച്ചുകൂടി സ്വാഭാവികത കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന പോലെ ഇപ്പോഴത്തെ യുവതലമുറ എത്രത്തോളം അതിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക നിൽക്കുമ്പോഴാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള പ്രതികരണം വരുന്നത്. അയാളിപ്പോൾ നല്ല സക്സസ്ഫുൾ ആയ ഒരു നടനായി മുന്നോട്ട് പോകുന്നു, അയാൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മൾക്കും ആകാമെന്നുള്ള തോന്നൽ അത് കാണുന്നവർക്കുണ്ടാകും. അതാണ് അയാൾ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഒരു സംഭാവന. ഇപ്പോൾ പോലീസ് മറ്റൊരു പ്രതിയെ തിരഞ്ഞ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തിരഞ്ഞു പോയപ്പോഴാണ് ഈ ഹോട്ടൽ രജിസ്ട്രിയിൽ ഇയാളുടെ പേര് കാണുന്നത്. അവിടെ പോയി ഹോട്ടലിന് മുറിയിൽ മുട്ടുമ്പോഴാണ് ഇയാൾ ചാടിപ്പോകുന്നത്. ശരിയാണ്, കേസില്ല. അപ്പോൾ പോലീസ് ഇപ്പം നാളെ വിളിപ്പിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ രക്തപരിശോധനയുടെ സമയം കഴിയുന്നില്ല, രക്തപരിശോധന ഒന്നുമില്ല. എന്തിനാണ് ഓടിപ്പോയതെന്ന് അന്വേഷിക്കാനാണ് പോലീസ് വിളിക്കുന്നത്, വേറെ കേസൊന്നുമില്ല. എന്തിനു ഓടിയെന്ന് ചോദിക്കാൻ മാത്രമാണ് നാളെ വിളിക്കുന്നത്, വേറെ ഒരു കേസും ഇല്ല. അതാണ് പോലീസ് പറഞ്ഞ ന്യായം. വളരെ സാങ്കേതികമായ രൂപത്തിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞു, ക്രെഡിബിളായ വിവരം കിട്ടിയാൽ റെയ്ഡ് നടത്തും. ക്രെഡിബിളായ വിവരം ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്നും പോകുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ അറിയുന്ന ഒരു ഷൈൻ ടോം ചാക്കോ, ഒരു ശ്രീനാഥ് ഭാസി, ഈ 2 പേരുകൾ തുടർച്ചയായി കേൾക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട 2 പേർ പിടിയിലായപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ ഈ 2 താരങ്ങൾക്ക് കൊണ്ടുവന്നതാണ് എന്ന്. ആ 2 പേരിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ്. യഥാർത്ഥത്തിൽ ആ 2 പേരുകൾ മാത്രമാണോ? നമുക്കറിയാത്ത വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ പോലും ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ അഭിലാഷ് പിള്ള എന്ന ഒരു തിരക്കഥാകൃത്ത് പറയുകയാണ്, ഒരു നടനോട് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ അതിലൊരു കഞ്ചാവ് ഉപയോഗിച്ച ഒരു താരം അല്ലെങ്കിൽ ഹീറോ ഒരാളെ കൊല്ലുന്നതാണ് കഥ. കഞ്ചാവ് ഉപയോഗിച്ചാൽ അങ്ങനെയൊന്നും കൊല്ലാൻ തോന്നില്ല, അതിന് വേറെ സാധനം ഉപയോഗിക്കണം. ആ സാധനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരു ക്ലാസ്സാണ്, അതെങ്ങനെയാണ് ആ മയക്കുമരുന്ന് പ്രവർത്തിക്കുക എന്നുള്ള ക്ലാസ് കൊടുക്കുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. ആ താരത്തെ വേണ്ടെന്ന് വയ്ക്കുന്നു. ആ താരം ഇപ്പോൾ നല്ല സജീവമായി തന്നെ സിനിമയിലുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. നമ്മൾ ആരുടെയും പേരൊന്നും പറയുകയില്ല, ഞാൻ പറയുന്നത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ വിൻസിയെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ച് വിൻസിയോട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞ് നല്ല ചുറുചുറുക്കോടെ, ഇതൊരു ഭയങ്കര ഊർജ്ജം തരുന്നതെന്നാണല്ലോ പറയുന്നത്. ആ ഊർജ്ജത്തോടു കൂടി അഭിനയിക്കുന്നവർ ആ സിനിമാ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല.
വളരെ നന്നായി അഭിനയിച്ചു പോകുന്നു. അപ്പോൾ അവർക്ക് പരാതിയുമില്ല. ഈ രൂപത്തിൽ ഇതിങ്ങനെ പോവുകയാണ്. അത് ഉപദ്രവത്തിലേക്കും അല്ലെങ്കിൽ അയാളുടെ തന്നെ ശാരീരികമായ പ്രശ്നങ്ങളിലേക്കും പോകാൻ ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമായിരിക്കും. അതുവരെ ആരും പരാതിപ്പെടില്ല. അപ്പോൾ ഈ സിനിമാ രംഗത്തെ സംഘടനകൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ വിൻസിയുടെ പരാതി, റിട്ടേൺ പരാതി ഈ താരസംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഫിലിം ചേംബറിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്മേൽ നടപടി എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തുമായിരിക്കും. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നുണ്ടോ, മുഴുവനായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ ചോദ്യമുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ ഇപ്പോൾ തെളിവൊന്നും കിട്ടില്ല. വിൻസി ആണെങ്കിൽ ഇതിപ്പോൾ പോലീസ് കേസാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിൻസി അങ്ങനെ പറഞ്ഞു എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പുറത്ത് സമൂഹ മാധ്യമത്തിലൂടെ അവർ പ്രതികരിച്ചു കഴിഞ്ഞു, വാർത്താ മാധ്യമത്തിലൂടെ തന്നെയാണ് അവർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലൈംഗിക ചൂടെ സംസാരിച്ചിരുന്നു. പോലീസിന് സ്വന്തം നിലയ്ക്ക് കേസെടുക്കാമല്ലോ. വിൻസിയുടെ പരാതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. പ്രധാനപ്പെട്ട അഭിഭാഷകനാണ് ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാൾ ഇത് ഊരിപ്പോരുകയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് വരികയും ചെയ്യും. ഒരു പക്ഷേ ഒരു ശ്രീനാഥ് ഭാസി മാറ്റി നിർത്തപ്പെടുകയായിരിക്കും. ഷൈൻ ടോം ചാക്കോ നല്ല നടനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീനാഥ് ഭാസി അതെ നല്ല നടനാണ്, ഒരുപാട് കഴിവുള്ളവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ അവരെ ഈ തരത്തിൽ ലഹരി അവരെ ശാരീരികമായും മാനസികമായും പിടികൂടി എന്നതിൻ്റെ തെളിവാണ് അസ്വാഭാവികമായി ഒട്ടും നോർമലല്ലാത്ത രീതിയിലുള്ള അയാളുടെ പ്രതികരണം തന്നെ. അപ്പോൾ അത് ചെറിയ രീതിയിലല്ല സമൂഹത്തെ ബാധിക്കുക എന്നുള്ള അറിയേണ്ടതുണ്ട്. സിനിമാ മേഖല ഈ കാര്യത്തിൽ എങ്ങനെയാണ് അവരുടെ സിനിമാ മേഖലയിൽ നിന്നും ഈ ലഹരി മാഫിയയെ മാറ്റി നിർത്താൻ പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാകും. അങ്ങനെ ചെയ്യുമോ? അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ്. ഇയാൾ ഇനി സിനിമയിലേ വേണ്ട എന്ന തീരുമാനമാണോ അതിൽ ഏറ്റവും ഗുണകരമാവുക എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? സിനിമാ മേഖലയെ തൊടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പോകുന്നില്ല. വിവരങ്ങൾ കിട്ടിയ എത്ര ആളുകളുടെ കാര്യത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയില്ല ഇവിടെ ആരാണോ ഭരിക്കുന്നതെന്ന ഒരു വെല്ലുവിളിയൊക്കെ എ റഹീം MP നടത്തുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ സ്ഥലത്തു നിന്നും ഈ പറയുന്ന വിവരം കിട്ടിയിട്ടേ പരിശോധന പാടുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഈ ഫിലിം ചേംബർ തന്നെ പറയുകയാണ്, നിങ്ങൾ ഷാഡോ പോലീസിനെ അയച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്. എല്ലാ സെറ്റിലേക്കും അങ്ങനെ അയക്കട്ടെ. ഷാഡോ പോലീസ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളെടുക്കട്ടെ. ഏതെങ്കിലും താരങ്ങൾ ഈ തരത്തിൽ ഇത് ഉപയോഗിച്ച് വലിയ താരങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇനി വേണ്ട എന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു കർശന തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ അടിമുടി മെല്ലെ പോക്കാണെന്നുള്ളതാണ്. Meet the editors.